കാലത്ത് മലയാളികളുടെ പ്രിയപ്പെട്ട നടി തന്നെയായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയ കാവ്യ മാധവൻ. മലയാളിത്തമുള്ള നടിയെന്നായിരുന്നു കാവ്യയെക്കുറിച്ച് ആരാധകർ പറയുന്നത്. കാവ്യയുടെ ചിരിയാകട്ടെ ഡോക്ടർമാർ അംഗീകരിച്ച ചിരിയും. അത്രയധികം കേരളത്തനിമയുള്ള അല്ലെങ്കിൽ മലയാള തനിമയുള്ള ഒരു പെൺകുട്ടി നമ്മുടെ കേരളത്തിൽ അഭിനേത്രികളിൽ മറ്റാരും ഇല്ല എന്ന് തന്നെ പറയാം. ഇടതൂർന്ന നീളമുള്ള മുടിയും വിടർന്ന കണ്ണുകളും ഐശ്വര്യമുള്ള മുഖവും ചിരിയുമൊക്കെ കൊണ്ട് വളരെ പെട്ടെന്നാണ് ആരാധക മനസ്സിലേക്ക് കാവ്യ മാധവൻ എന്ന പെൺകുട്ടി ചേക്കേറുന്നത്. ബാലതാരമായിട്ടാണ് താരം സിനിമയിലേക്ക് എത്തുന്നത്. അതിനുശേഷം നായികാ പദവിയിലുള്ള നിരവധി സിനിമകൾ താരത്തെ തേടി എത്തി. ദിലീപിൻ്റെ ഭാഗ്യനായിക എന്ന് എപ്പോഴും കാവ്യയെ ആരാധകർ വിശേഷിപ്പിക്കുമായിരുന്നു. ദിലീപും കാവ്യയും തമ്മിൽ അഭിനയിച്ച എല്ലാ ചിത്രങ്ങളും വൻ വിജയം തന്നെയായിരുന്നു. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ മുതലാണ് ഇതിനൊരു തുടക്കം കുറിക്കുന്നത്. ഒടുവിൽ ചിത്രങ്ങളെല്ലാം വിജയമായി മാറിയപ്പോൾ ദിലീപിൻ്റെയും കാവ്യയുടെയും വാർത്തകളെക്കുറിച്ച് ഗോസിപ്പുകളും ഇറങ്ങിത്തുടങ്ങി. ആദ്യം ഒരു തവണ വിവാഹിതയായെങ്കിലും പിന്നീട് ചില കാരണങ്ങൾ കാരണം കാവ്യ ആ ബന്ധത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. ഇതോടെ ദിലീപുമായുള്ള രഹസ്യബന്ധം കാരണമാണ് കാവ്യ ഡിവോഴ്സ് എത്തിയതെന്ന് ചിലർ പറഞ്ഞിരുന്നു. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ ആർക്കും അറിയില്ലായിരുന്നു. ഇതിനിടയിൽ മഞ്ജുവിൻ്റെയും ദിലീപിൻ്റെയും ജീവിതത്തിലും ചില വിള്ളലുകൾ വീഴുന്നു തുടങ്ങി. ഒടുവിൽ 16 വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിച്ച് ദിലീപും മഞ്ജു വാര്യറും വേർപിരിഞ്ഞു. അതിനുശേഷം ദിലീപും കാവ്യയും തമ്മിലുള്ള വിവാഹം ഉണ്ടാകുമോ എന്ന് ആരാധകരും ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം വളരെ പെട്ടെന്ന് എല്ലാവരെയും സർപ്രൈസിലാക്കിക്കൊണ്ടാണ് ദിലീപിൻ്റെയും കാവ്യയുടെയും വിവാഹം നടക്കുന്നത്. അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രം പങ്കെടുത്ത ചടങ്ങായിരുന്നു ഇത്. ഇരുവരുടെയും വിവാഹത്തിന് സാക്ഷിയായതാകട്ടെ ദിലീപിൻ്റെയും മഞ്ജുവിൻ്റെയും മൂത്ത മകളായ മീനാക്ഷിയും. അമ്മയും അച്ഛനും പിരിഞ്ഞെങ്കിലും മീനാക്ഷി ഇപ്പോഴും അച്ഛനും കാവ്യയ്ക്കൊപ്പമാണ് ജീവിക്കുന്നത്. മലയാളികളുടെ കൺമുന്നിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി തന്നെയാണ് കാവ്യ മാധവൻ എന്ന് പറയാം. അത്രയധികം ആരാധകർ അന്നും ഇന്നും കാവ്യയ്ക്കുണ്ടായിരുന്നു. ഇടയ്ക്ക് ദിലീപുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ വന്ന സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ ദിലീപിനും കാവ്യയ്ക്കും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഒടുവിൽ ദിലീപും മഞ്ജുവും തമ്മിൽ വേർപിരിഞ്ഞ് ദിലീപ് കാവ്യയെ സ്വന്തമാക്കിയപ്പോഴും ഒരുപാട് വിമർശനങ്ങൾ ഇവർക്കെതിരെ ഉണ്ടായി. ഇടയ്ക്ക് ആരാധകരുടെ എണ്ണത്തിൽ വരെ ചില കുറവുകൾ ഉണ്ടായിരുന്നു. വിമർശകരായിരുന്നു ഒരു സമയത്ത് ഇവർക്ക് കൂടുതൽ. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും മറ്റും എപ്പോഴും ഇവർ മാറി നിന്നിരുന്നു. ഇവരുടെ ജീവിതത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ദിലീപുമായി ബന്ധപ്പെട്ട് ചില കേസുകളൊക്കെ വന്നതോടുകൂടി ജീവിതത്തിലെ സമാധാനം ഏകദേശം ഇവർക്ക് നഷ്ടപ്പെടുകയായിരുന്നു. എങ്കിലും ഇരുവരും തമ്മിലുള്ള ബന്ധത്തിന് യാതൊരു വിള്ളലും ഉണ്ടായിട്ടില്ല. വിമർശകരായിരുന്നു ഇതെല്ലാം പറഞ്ഞുണ്ടാക്കിയതും. ഇതിനിടയ്ക്ക് കാവ്യ അഭിനയത്തിൽ നിന്നും മാറി നിന്നു. വിവാഹശേഷം കുടുംബവുമൊക്കെയായി അഭിനയത്തിൽ നിന്നും ഇടവേള എടുക്കുകയാണെന്ന് കാവ്യ തന്നെ പറഞ്ഞിരുന്നു. ഒടുവിൽ ദിലീപിൻ്റെയും കാവ്യയുടെയും ജീവിതത്തിലേക്ക് മഹാലക്ഷ്മി എന്ന ഒരു കുഞ്ഞു മാലാഖ കൂടിയെത്തി. അഭിനയത്തിൽ നിന്നും മാറി നിന്ന സമയത്ത് ജീവിതത്തിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് കാവ്യ തീരുമാനിച്ചിരുന്നു. അങ്ങനെയാണ് കാവ്യ സ്വന്തമായി ഒരു ബൊട്ടീക്ക് സെൻറ്റർ തുടങ്ങുന്നത്. ലക്ഷ്യ എന്ന പേരിൽ തുടങ്ങിയ ബൊട്ടീക്ക് സെൻറ്റർ വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു ആരാധകരുടെയും മറ്റുള്ളവരുടെയും ശ്രദ്ധയൊക്കെ നേടിയത്. അത്രയധികം നല്ലൊരു ബ്രാൻഡായിരുന്നു ലക്ഷ്യ എന്ന് വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ പറഞ്ഞു തുടങ്ങി. ഡിസൈൻ ചെയ്ത സാരികളും ഡിസൈൻ ചെയ്ത സൽവാർ മെറ്റീരിയൽസും മറ്റും ആരാധകരുടെ മനസ്സിലേക്ക് വളരെ പെട്ടെന്ന് കയറിക്കൂടി. ലക്ഷ്യയുടെ മോഡലാകട്ടെ എപ്പോഴും കാവ്യ തന്നെയായിരുന്നു. ഇവർ പുറത്തിറക്കുന്ന ഓരോ ഡ്രസ്സിനും ഓരോ പ്രത്യേകതയുണ്ടെന്നും ഇതിനുള്ള ആരാധകർ പറഞ്ഞു തുടങ്ങി. എന്നാൽ ഇടയ്ക്ക് വിവാഹശേഷം ദിലീപിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ വന്നതോടുകൂടി വീണ്ടും ബിസിനസ് മങ്ങുകയായിരുന്നു. പിന്നീട് ഇടയ്ക്ക് വെച്ച് ലക്ഷ്യ എന്ന ബൊട്ടീക്ക് സെൻറ്ററിനെ കുറിച്ച് ആരും അറിയാതെയായി. ഈ ബൊട്ടീക്ക് സെൻറ്റർ ഇപ്പോൾ ഉണ്ടോ എന്നുള്ള ചോദ്യം വരെ ഉണ്ടായിരുന്നു. ഒടുവിൽ വീണ്ടും ലക്ഷ്യ എന്ന ബൊട്ടീക്ക് സെൻറ്ററിനെ മുൻപിലേക്ക് എത്തിച്ചത് ദിലീപിൻ്റെയും കാവ്യയുടെയും മക്കളായ മീനാക്ഷിയും മഹാലക്ഷ്മിയും തന്നെയായിരുന്നു. ഒരു ഓണസമയത്ത് ഇരുവരും പൂക്കളമിടുന്ന ഒരു ചിത്രം പങ്കുവച്ചിരുന്നു. മീനാക്ഷിയും മഹാലക്ഷ്മിയും ആ സമയത്ത് ഇട്ടിരുന്നത് ലക്ഷ്യ ഡിസൈൻ ചെയ്ത ഡ്രസ്സായിരുന്നു. അതീവ സുന്ദരിയായിട്ടായിരുന്നു രണ്ട് മക്കളും കാണപ്പെട്ടത്. കേരള സാരി അണിഞ്ഞായിരുന്നു മീനാക്ഷി ആ ചിത്രത്തിൽ കാണപ്പെട്ടത്. പട്ടുപാവാട എടുത്ത് അതിസുന്ദരിയായി ക്യൂട്ട് ലുക്കിലായിരുന്നു മഹാലക്ഷ്മി എത്തിയത്. ഇരുവരുടെയും ഈ ചിത്രങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറി. ഒപ്പം ഈ ഡ്രസ് ഡിസൈൻ ചെയ്തത് ലക്ഷ്യ എന്നുള്ള ബൊട്ടീക്ക് സെൻറ്റർ ആണെന്നു കൂടി മീനാക്ഷി ഈ ചിത്രങ്ങൾക്ക് താഴെ കുറിച്ചിരുന്നു. അതോടുകൂടി ചിത്രങ്ങൾ വൈറലായപ്പോൾ ലക്ഷ്യ എന്ന ബൊട്ടീക്ക് സെൻറ്ററിനെ കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ വന്നു തുടങ്ങി. മക്കളുടെ അതേ ഡ്രസ്സ് തന്നെ വേണമെന്ന് പറഞ്ഞ് ഒരുപാട് എൻക്വയറീസ് വന്നു എന്ന് കാവ്യ തന്നെ പറയുന്നു. അതിനുശേഷം വീണ്ടും ലക്ഷ്യം മുൻപിലേക്ക് ഉയരുകയായിരുന്നു. ഇപ്പോൾ ബൊട്ടീക്ക് സെൻറ്ററുമായി ബിസിനസ്സിൽ വീണ്ടും നല്ല രീതിയിൽ സജീവ
സജീവമായിരിക്കുകയാണ് കാവ്യമാധവൻ. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് തൻ്റെ മക്കളായ മീനാക്ഷിയും മഹാലക്ഷ്മിയും എന്നാണ് കാവ്യ പറയുന്നത്. ഇടയ്ക്ക് ഒന്ന് നിറം മങ്ങി നിന്നപ്പോൾ എല്ലാം ഒന്ന് തൂത്തുതുടച്ച് വീണ്ടും മിന്നുന്ന പ്രകാശത്തിലേക്ക് തൻ്റെ ബൊട്ടീക്ക് സെന്ററിനെ കൊണ്ടെത്തിച്ചത് തൻ്റെ മക്കളാണ്. മീനാക്ഷിയുടെയും മഹാലക്ഷ്മിയുടെയും ആ ചിത്രങ്ങളാണ് തൻ്റെ ബൊട്ടീക്ക് സെന്ററിനെ വീണ്ടും ഉയരത്തിലേക്ക് എത്തിച്ചതെന്നും കാവ്യമാധവൻ പറയുന്നുണ്ട്. മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ എപ്പോഴും സജീവമാണ്. കാവ്യയും ദിലീപും അത്ര സജീവമല്ലെങ്കിലും ഇവരുടെയും മഹാലക്ഷ്മിയുടെയും എല്ലാ വിശേഷങ്ങളും മീനാക്ഷി തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട്. ഒപ്പം ഇവർ ഓരോരുത്തർക്കും ഫാൻസ് പേജുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ വിശേഷങ്ങൾ അറിയാനും എപ്പോഴും ആരാധകർക്ക് വളരെ തിടുക്കമാണ്. മീനാക്ഷി തന്നെയാണ് കാവ്യയുടെ വിശേഷങ്ങളും പലപ്പോഴും ആരാധകർക്കായി പങ്കുവയ്ക്കുന്നതും. ഇങ്ങനെ ഒരു പങ്കുവയ്ക്കൽ തന്നെയാണ് കാവ്യയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ട് വന്നിരിക്കുന്നതും.